السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولإخواننا ولأحبابنا ولجميع المؤمنين والمؤمنات. വായ്പ, ഏത് സാധനമാണ് വായ്പ കൊടുക്കാൻ പറ്റുക? സഹമിന്തി തബറുഇൻ, ഒരു വസ്തു സംഭാവനയായി ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന വ്യക്തിക്ക് ഒരു വസ്തുവിനെ വാടക കൊടുക്കാം, അല്ല വായ്പ കൊടുക്കാം. പക്ഷെ വായ്പ കൊടുക്കുന്ന സാധനം വായ്പ വാങ്ങിയ സാധനമാകരുത് എന്നൊരു നിബന്ധനയുണ്ട്. ശ്രദ്ധിക്കുക, ഞാൻ കുറച്ച് അതിൻ്റെ ആശയം പറയാണ്. മറ്റൊന്ന്, വസ്തു നിലനിർത്തിക്കൊണ്ട് ഉപകാരം ചെയ്യാൻ പറ്റുന്നതാകണം. വസ്തുവിനെ തന്നെ, ഇപ്പോൾ ചോറ് വായ്പ കൊടുക്കാൻ പറ്റില്ല. കാരണം ചോറ് വസ്തുവിനെ നിർത്തിക്കൊണ്ട് ഉപകാരം എടുക്കുന്നതല്ല, വസ്തുവിനെ നശിപ്പിച്ചുകൊണ്ട് ഉപകാരം എടുക്കുന്നതാണ്. പിന്നെ വായ്പ കൊടുക്കുന്ന വസ്തുവിൻ്റെ ഉപകാരത്തിൽ ഇവൻ അധികാരം ഉണ്ടായിരിക്കണം. സാധനം ഇവൻ്റെതാവണം എന്നില്ല. വാടകയ്ക്കെടുത്തതോ അല്ലെങ്കിൽ വസിയത്ത് എന്ന രീതിയിൽ കിട്ടിയതോ വഖഫ് എന്ന രീതിയിൽ കിട്ടിയതോ ഒക്കെ വായ്പ കൊടുക്കാം. സാധനം ഉടമസ്ഥതയിലാവണമെന്നില്ല. കാരണം വായ്പ എന്ന് പറയുന്നത് വസ്തുവിനല്ലല്ലോ നമ്മൾ വായ്പ കൊടുക്കുന്നത്, വസ്തുവിൻ്റെ ഉപകാരത്തെ അല്ലേ. ആ ഉപകാരം ഇവൻ്റെതാണല്ലോ. അതുപോലെ തന്നെ ഭരണാധികാരിക്ക് പൊതുഖജനാവിൽ നിന്ന് പൈസ എന്ത് ചെയ്യാൻ പറ്റും? സാധനങ്ങൾ വായ്പ കൊടുക്കാൻ പറ്റും. മറ്റൊന്ന്, അനുവദനീയമായ സാധനത്തിന് വായ്പ കൊടുക്കാൻ പറ്റുള്ളൂ. ഹറാമായ സാധനം വായ്പക്ക് കൊടുക്കാൻ പറ്റില്ല. അതിന് പദം വേണം. ഞാൻ നിനക്ക് വായ്പ തന്നു തുടങ്ങിയ പദങ്ങൾ വേണം. ഞാൻ സ്വീകരിച്ചു എന്ന് പറയണമെന്നില്ല, അയാളങ്ങ് വാങ്ങിയാൽ മതി. നേരത്തെ പറഞ്ഞു, വായ്പ വാങ്ങിയ സാധനം മറ്റൊരാൾക്ക് വായ്പ കൊടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ നിങ്ങളെ അയൽപ്പക്കത്തു നിന്നൊരു ബൈക്ക് വായ്പ വാങ്ങിയിരുന്നു. ആ ബൈക്ക് നിങ്ങളിൽ വായ്പ വാങ്ങിയത് നിങ്ങളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങളുടെ ഭാര്യയ്ക്ക് വാങ്ങാൻ പറ്റില്ല. നിങ്ങളെ അയൽപ്പക്കത്തെ വീടിൽ നിന്ന് ഒരു പാത്രം വായ്പ വാങ്ങിയാൽ ആ പാത്രം പിന്നെ വേറെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു കൊട്ടയോ കത്തിയോ വായ്പ കൊടുക്കാൻ പറ്റില്ല. അയൽവാസി വായ്പ വാങ്ങിയ സാധനം വായ്പ കൊടുക്കാൻ പറ്റില്ല, സമ്മതം വേണം നടത്താം. അങ്ങനെ നമ്മുടെ നാട്ടുപുറത്തൊക്കെ ഉണ്ടാവാറുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് എന്താവും, ഒരു ആയുധം വായ്പ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ വന്നിട്ട് വേറെ ആൾക്ക് വായ്പ കൊടുക്കും. അത് പറ്റില്ല, പിന്നെ ആ സാധനത്തിന് അഡ്രസ്സ് ഉണ്ടാവില്ലല്ലോ. അതേ സമയത്ത് വായ്പ വാങ്ങിയ സാധനത്തിൻ്റെ ഉപകാരം നേരെ തന്നെ എടുക്കണം എന്നില്ല, അവന് വേണ്ടി മറ്റൊരാളെ കൊണ്ട് ഉപകാരം എടുപ്പിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് കാറ് വായ്പ വാങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ അങ്ങാടിയിൽ പോയി ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എൻ്റെ മോളെ കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അത് വണ്ടി ഞാൻ തന്നെ ഓട്ടണമെന്നില്ല, ഞാൻ ഏൽപ്പിച്ച മറ്റൊരാൾ ഓട്ടിയാലും മതി. നേരത്തെ പറഞ്ഞതുപോലെ മെഴുക്, അതുപോലെ ചോറ്, കറി, ഇതൊന്നും വായ്പ കൊടുക്കാൻ പറ്റില്ല. കാരണം ബഖാഉൽ ഐന് വേണം, വസ്തു ബാക്കിയാവണം. നാണയങ്ങൾ വായ്പ കൊടുക്കാൻ പറ്റുമോ? പറ്റും. നാണയങ്ങൾ എന്തിനാ വായ്പ കൊടുക്കാൻ പറ്റും? അത് ചിലവാക്കൂലേ? ചിലവാക്കാനല്ല, അലങ്കാരത്തിന് വേണ്ടിയൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. തസയ്യുന് എന്നതിന് പറയാം. അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി നാണയം വായ്പ കൊടുക്കാം. ചിലവാക്കാനും സാധനം വാങ്ങാനും പൈസ വായ്പ കൊടുക്കാൻ പറ്റില്ല, കടം കൊടുക്കാം. ഏതായാലും ഇതൊക്കെയാണ് ശരിയായ ഇടപാട്. ശരിയല്ലാത്ത വായ്പാ ഇടപാട് നടന്നു കഴിഞ്ഞാൽ ആ സാധനത്തിന് അവൻ ഉത്തരവാദിയാകും. കാരണം ഉത്തരവാദിയാകുന്ന വിഷയത്തിൽ സാധുവായ ഇടപാടിൻ്റെ അതേ വിധിയാണ് സാധുവല്ലാത്ത ഇടപാടിൻ്റെ വിധി. ആരിയത്ത് ലാമിനാണല്ലോ. വായ്പ സാധനം ശരിയായ രീതിയിൽ സ്വഹീഹായ രീതി വായ്പ കൊടുത്താൽ തന്നെ അതിന് ഉത്തരവാദിയാകും. നശിച്ചാലെങ്കിൽ സ്വഹീ അല്ലാതെ നടന്നാലും ഉത്തരവാദിയാകും.
അല്ല അല്ലാന്ന് അഭിപ്രായമുണ്ട്. ഇനി സാധാരണ നടക്കുന്ന ഏതാനും മസലകൾ കൂടെ പറയാണ്. ഒരാൾ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഈ പറമ്പിൽ നിനക്കും വേണ്ടി ഒരു കിണർ ഒഴിച്ചോ എന്നാണ്. എൻ്റെ അയൽവാസിയായ നിങ്ങളെ അയൽവാസിയായ ഒരാളോട് പറഞ്ഞു, നിങ്ങളെ ഭൂമിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ഇവിടെ വേണമെങ്കിൽ നിനക്ക് ഒരു കിണർ കുഴിച്ചോ എന്ന് പറഞ്ഞാൽ അയാൾ കുഴിച്ചാൽ അത് അയാളെ കിണറൊന്നുമല്ല, കിണർ നമ്മൾ തന്നെയാണ്. എന്നാൽ പിന്നെ അയാൾക്ക് കൂലി കൊടുക്കണോ? കൂലിയും കൊടുക്കണ്ട. കാരണം കൂലിപ്പണി അല്ലല്ലേ, നമ്മളയാളെ കൂലിക്ക് വിളിച്ചിട്ടില്ല. കിണർ കുഴിച്ചോ എന്ന് പറയുമ്പോൾ തന്നെ അയാൾ കുഴിക്കാൻ നിൽക്കണോ? അപ്പോൾ അയാൾ പറഞ്ഞാൽ ഞാൻ കൂലിക്കാണ് എന്നോട് ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ, അല്ല ഞാൻ ഫ്രീ ആയിട്ടാണ്, നിനക്ക് വേണ്ടി കുഴിച്ചോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടാണെന്ന് പറഞ്ഞാൽ എൻ്റെ വാദമാണ് സ്വഹീഹ്, അയാളെ വാദമല്ല. കൽപ്പിച്ച ആൾ പറയാണ് അത് ഞാൻ ഫ്രീ ആയിട്ട് കൽപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. വായ്പ വാങ്ങുന്നയാൾ മുക്കല്ലഫായിരിക്കണം. കുട്ടികളെ വായ്പ വാങ്ങാൻ വേണ്ടി പറഞ്ഞാൽ വായ്പ സ്വഹീഹാവില്ല. വായ്പ സഹിയാവില്ല. അപ്പോൾ കുട്ടീൻ്റെ കയ്യിൽ വായ്പ വാങ്ങാൻ വേണ്ടി കുട്ടീനെ പറഞ്ഞയച്ചു, കുട്ടീൻ്റെ കയ്യിൽ വെച്ച് അത് നശിച്ചു അല്ലെങ്കിൽ നശിപ്പിച്ചാൽ കുട്ടിയും ഉത്തരവാദിയല്ല, കുട്ടീനെ പറഞ്ഞയച്ച ആളും ഉത്തരവാദിയല്ല. കാരണം എന്തിനാണ് അയാളെ കയ്യിൽ കൊടുത്ത്? എന്തിനാണ് അയാളെ കയ്യിൽ കൊടുത്തത്? ഓക്കെ, ഇനി നമുക്ക് അർത്ഥം പറയാൻ പെട്ടെന്ന് നോക്കിയോളൂ. സ്വഹമിന്ദി തബറുഇൻ, ഒരു വസ്തു ഫ്രീ ആയി നൽകാൻ അധികാരമുള്ള വ്യക്തിയിൽ നിന്ന് സ്വഹിയാകും. ദീ എന്ന് പറഞ്ഞാൽ മാലിക് എന്നർത്ഥം, സ്വാഹിബ്. തബറഅ എന്ന് പറഞ്ഞാൽ വെറുതെ കൊടുത്തു. ഇആറത്തു ഐനിൻ ഗൈരി മുസ്തആറത്തിൻ, വായ്പ വാങ്ങിയതല്ലാത്ത വസ്തുവിനെ വായ്പ കൊടുക്കൽ. എന്തിനു വേണ്ടി? ലിൻതിഫാഇൻ മാ ബഖായി ഐനിഹി, വസ്തു നിലനിർത്തിക്കൊണ്ട് ആ വസ്തുവിൻ്റെ ഉപകാരമെടുക്കുന്നതിന് വേണ്ടി. ഏത് വസ്തുവിനെയാണ് വായ്പ കൊടുക്കാൻ പറ്റുക? മംലൂക്കിൻ ദാലിക്കൽ ഇൻതിഫാവു, മംലൂക്കിൻ്റെ നായിബുൽ ഫായിലാണ് ദാലിക്ക എന്നുള്ളത്, എന്ന് ബദലാണ് ഇൻതിഫാവു. ഉപകാരത്തിന്മേൽ ഉടമസ്ഥതയുള്ള. വരോബി വസീയത്തിന്, അതൊരിക്കലും വസീയത്ത് കൊണ്ട് ലഭിച്ച ഉപകാരമാകാം. ഔ ഇജാറത്തിനാണെങ്കിൽ വാടകക്കെടുത്തത് കാരണത്താൽ ലഭിച്ച ഉപകാരമാകാം, പ്രയോജനമാകാം. ഔ വഖഫിന്, അല്ലെങ്കിൽ തൻ്റെ മേൽ വഖഫ് ചെയ്യപ്പെട്ടത് കാരണത്താൽ. പള്ളിക്ക് മദ്രസക്ക് മാത്രമല്ലല്ലോ വഖഫ് ചെയ്യാൻ പറ്റുക, നമുക്കും വേണമെങ്കിൽ ആളുകൾക്ക് വഖഫ് ചെയ്യാം. അങ്ങനത്തെ സാധനവും വായ്പ കൊടുക്കാം. വൈലം യംലിക് അൽ ഐന, വസ്തു അവൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിലും. എന്നല്ലാരിയത്ത, കാരണം വായ്പ എന്ന ഇടപാട് തരീതു, അത് സംഭവിക്കുന്നത് അലൽ മൻഫഅത്തി ഫഖത്ത്, ഒരു വസ്തുവിൻ്റെ പ്രയോജനത്തിന്മേൽ മാത്രമാണ്, വസ്തുവിന്മേലല്ല. ഇവിടെ വഖഫ് ചെയ്യപ്പെട്ടത് വായ്പ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളിടത്ത് ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, അയാൾ ആ വഖഫിൻ്റെ നോട്ടക്കാരനും കൂടിയാണെങ്കിലേ വായ്പ കൊടുക്കാൻ പറ്റുമെന്ന്. വഖയ്യദ ഇബ്നു റിഫഅത്തി, മഹാനായ ഇബ്നു റിഫഅത്ത് റഹിമഹുല്ലാഹ് ഉപാധി വച്ചിരിക്കുന്നു, സിഹത്തഹ, വായ്പ സ്വഹിയാകുന്നതിന്, മിനൽ മൗഖൂഫി അലൈഹി, വഖഫ് ചെയ്യപ്പെട്ട വ്യക്തിയിൽ നിന്ന്. ബിമാ ഇദാ കാന നാദിറൻ, ആ വഖഫ് ചെയ്യപ്പെട്ട വ്യക്തി ആ വഖഫിൻ്റെ മേൽനോട്ടക്കാരനും കൂടിയാകണം എന്ന ഒരു നിബന്ധന പറഞ്ഞിട്ടുണ്ട്. ഖയ്യദ എന്ന് പറഞ്ഞാൽ നിബന്ധന പറയുക, ഉപാധി പറയുക എന്ന. ഖൈദ് എന്ന് പറഞ്ഞാൽ ഉപാധി എന്നാണ്. ഖാലൽ അസ്നവിയു യജൂസുൽ ഇമാമി ഇആറത്തു മാലി ബൈത്തുൽ മാൽ, പൊതുഖജനാവിലെ സ്വത്ത് വായ്പ കൊടുക്കൽ അനുവദനീയമാണ്. ആർക്ക്? ഭരണാധികാരിക്ക്, അയാളെ കയ്യിലാണല്ലോ അത്. പിന്നെ വസ്തു മുബാഹിൻ, അനുവദനീയമായ വസ്തുവിനെ വായ്പ കൊടുക്കാം. വലാ യസിഹു ഇആറത്തു മാ യഹ്റുമുൽ ഇന്തിഫാഉ ബിഹി, പ്രയോജനം ഉപകാരമെടുക്കൽ ഉപകരിക്കൽ ഹറാമായ വസ്തുവിനെ വായ്പ കൊടുക്കൽ സ്വഹിയല്ല. കാലത്തി ലഹുവിൻ, വിനോദായുധം, ഉപകരണം പോലെ. ലഹു പറഞ്ഞ വിനോദം. ഫറസിൻ, കുതിരയെ വാടക കൊടുക്കുക, വായ്പ കൊടുക്കുക. വസിലാഹിൻ, ആയുധവും. ഹറബിയിൻ, ഇസ്ലാമിൻ്റെ ശത്രുവായ കാഫിറിനെ. അതുപോലെ വക്ക അമത്തിൻ മുസ്തഹാത്തിൻ, കണ്ടാൽ മോഹിക്കപ്പെടുന്ന അടിമ സ്ത്രീയെ വായ്പ കൊടുക്കുക. ഖിദ്മത്തി അജ്നബിയിൻ, ഒരു അന്യപുരുഷൻ്റെ ജോലിക്ക് വേണ്ടി. അടുത്തത് വൈന്നമാ തസിഹുൽ ഇആറത്തു, ഇആറത്ത് സ്വഹിയാകും മിൻ അഹ്ലി തബറുഇൻ, ആ സാധനം വെറുതെ കൊടുക്കാൻ അധികാരമുള്ള വ്യക്തിയിൽ നിന്ന് സ്വഹിയാകും.
ബിലഫ്ദിൻ യുശ്ഇറു ബിഇദ്നിൻ ഫീഹി, ഉപകരിക്കാം എന്ന് അറിയിക്കുന്ന ഒരു പദം കൊണ്ട് മാത്രം. കഅഅർതുക, ഞാൻ നിനക്ക് വായ്പ തന്നു. വഅബഹ്തു മൻഫഅതുഹു, ഇതിൻ്റെ ഉപകാരം ഞാൻ നിനക്ക് അനുവദിച്ചു തന്നു. ഒക്കെ ഇർക്കബ്, നീ യാത്ര ചെയ്തോ. വഖുദ് ഹു, നീ ഇതെടുത്തോ. അലി തന്തഫിഹി, ഉപകാരം എടുക്കാൻ വേണ്ടി, ഉപകരിക്കാൻ വേണ്ടി നീ എടുത്തോ എന്നൊക്കെ പറയുക. വയക്ഫീ ലഫ്ള ഹദിമ, രണ്ടിൽ ഒരാളുടെ പദം മതി. മാ ഫിഅലിൽ ആഖിരി, മറ്റാളുടെ പ്രവൃത്തിയോടുകൂടെ. കച്ചവടം മാതിരി വിറ്റു വാങ്ങി രണ്ടാളും പറയണ്ട, രണ്ടിൽ ഒരാൾ പറഞ്ഞാൽ മതി. ഞാനിതുകൊണ്ടൊന്ന് ഉപകാരം എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾ തന്നാൽ മതി. ഞാൻ ഈ ബൈക്കൊന്ന് എടുക്കട്ടെ, ചാവി തന്നാൽ മതി. രണ്ടാലൊരാളുടെ വാക്ക് മതിയാകും, മറ്റേ ആളുടെ പ്രവൃത്തിയോടുകൂടെ. വലാ യജൂസിൽ മുസ്തഈരിൻ, വായ്പ വാങ്ങിയ ആൾക്ക് അനുവദനീയമല്ല. ഇആറത്തു ഐനിൻ മുസ്തആറത്തിൻ, വായ്പ വാങ്ങിയ വസ്തുവിനെ വായ്പ കൊടുക്കൽ അനുവദനീയമല്ല. ബിലാ ഇദ്നി മുഈദിൻ, വായ്പ കൊടുത്തവൻ്റെ സമ്മതമില്ലാതെ. ഇനി വലഹു, വായ്പ വാങ്ങിയവൻ അനുവദനീയമാണ്. ഇനാബത്ത് മൻ യസ്തൗഫിൽ മൻഫഅത ലഹു, അവന് വേണ്ടി അതിൻ്റെ ഉപകാരം എടുക്കുന്ന ആളെ പകരം ആക്കാവുന്നതാണ്. അവന് വേണ്ടി ആ ഉപകാരം എടുക്കുന്ന വ്യക്തി, ഇസ്തൗഫ എന്ന് പറഞ്ഞാൽ ഉപകാരം എടുത്തു, ഇസ്തൗഫൽ മൻഫഅ, ഉപകാരം എടുക്കുന്ന വ്യക്തിയെ പകരമാക്കാവുന്നതാണ്. അനാബ എന്ന് പറഞ്ഞാൽ പകരമാക്കി. ഉദാഹരണം, കഅൻ യുർക്കിബ ദാബത്തൻ ഇസ്തആറഹ ലിർറുകൂബി, യാത്ര ചെയ്യാൻ വേണ്ടി വായ്പ വാങ്ങിയ ഒരു മൃഗത്തിന്മേൽ യാത്ര ചെയ്യും പോലെ. മൻ ഹുവ മിസ്ലഹു, അവന് പോണെയുള്ളൊരു വ്യക്തിയോ, ഔ ദൂനഹു, അല്ലെങ്കിൽ അവൻ്റെ താഴെ കനൊക്കെയുള്ളൊരു വ്യക്തി യാത്ര ചെയ്യും പോലെ. ലി ഹാജത്തിഹി, അവൻ്റെ ആവശ്യത്തിന് വേണ്ടി യാത്ര ചെയ്യും പോലെ. കായിർക്കബ ദാബത്തൻ ഇസ്തആറഹ ലിർറുകൂബി, യാത്ര ചെയ്യാൻ വേണ്ടി വായ്പ വാങ്ങിയ വാഹനപ്പുറത്ത് കയറും പോലെ. ഇർക്കബൻ്റെ ഫായിൽ ഏതാ? മൻ, ഒരു വ്യക്തി. ഹുവ, അവൻ മിസ്ലു, ഇവനെ പോലെ തന്നെയാണ്. ഇവന് ഔ ദൂനഹു, അല്ലെങ്കിൽ അവൻ്റെ താഴെയാണ് കനം കൊണ്ട്. എന്തിനു വേണ്ടി യാത്ര ചെയ്യാൻ? ഈ ഹാജത്തിഹി, വായ്പ വാങ്ങിയവൻ്റെ ആവശ്യത്തിന് വേണ്ടി അത് പറ്റും. അതേസമയത്ത് ഞാൻ 50 കിലോനേ ഉള്ളൂ, ഞാൻ പകരാക്കുന്ന ആൾ 75 കിലോ ഉണ്ടെങ്കിൽ പറ്റൂല. അടുത്തത്, വലാ യസിഹു യഅറുതു മാ ലാ യുൻതഫഉ ബിഹി മഅ ബഖായി ഐനിഹി, വസ്തു നിലനിർത്തിക്കൊണ്ട് ഉപകാരമെടുക്കപ്പെടാത്ത വസ്തുവിനെ വായ്പ കൊടുക്കൽ അനുവദനീയമല്ല. വസ്തു അവശേഷിപ്പിച്ചുകൊണ്ട് ഉപകാരം എടുക്കാൻ പറ്റൂല, വസ്തു കൊണ്ടേ ഉപകാരം എടുക്കാൻ പറ്റുള്ളൂ എന്നർത്ഥം. വസ്തുവിനെ നിലനിർത്തിക്കൊണ്ട് ഉപകാരം സാധ്യമല്ലാത്ത വസ്തു വായ്പ കൊടുക്കൽ സ്വഹിയല്ല. ഉദാഹരണക്ക് ഈ മെഴുക് പോലെ ഇൽവക്കൂതി, കത്തിക്കാൻ വേണ്ടി. കാരണം ഇസ്തിഹ്ലാക്കിഹി, കാരണം സാധനം നശിക്കുന്നുണ്ട് എന്ന കാരണത്താൽ. സാധനം നശിക്കാൻ പാടില്ലല്ലോ വായ്പ ചെയ്യുന്ന സാധനം ഉപകാരം എടുക്കുമ്പോൾ. ഒമിൻ സമ്മ ആയതിനാൽ, അതുകൊണ്ട് തന്നെ സ്വഹത്ത്, അങ്ങനെയുള്ള സാധനം വായ്പ കൊടുക്കൽ പറ്റും. ഇത്തസയ്യുനി ബിഹി, അതുകൊണ്ട് ഭംഗിയാകാനും അലങ്കാരമുണ്ടതാക്കാനും പറ്റും. കനഖദി, നാണയം പോലെ. ഇനി വഹൈസുലം തസിഹൽ ആരിയത്തു, ആരിയത്ത് സഹിയാകാത്ത സന്ദർഭങ്ങളിൽ ഫജറത്ത്, അങ്ങനെ ആരിയത്ത് നടക്കുകയും ചെയ്താൽ ലൊമിനത്ത്, ആ വസ്തു നശിച്ചാൽ അതിന് ഉത്തരവാദിയാകുന്നതാണ്. സ്വഹിയായാലും ഉത്തരവാദിയാകും, ഫാസിദായാലും ഉത്തരവാദിയാകും. എന്തുകൊണ്ട്? ലിഅന്നൽ ഫാസിദി, അസാധുവായ ഇടപാടിനുണ്ടല്ലോ ഹുക്മു സ്വഹീഹിഹി, ശരിയായ ഇടപാടിൻ്റെ ഹുക്മുണ്ടല്ലോ. വായ്പ സ്വഹിയായ രീതിയിൽ തന്നെ നടന്നാൽ ആ വസ്തുവിന് ഉത്തരവാദിയാവൂലേ എന്നതുപോലെ. വക്കീലാരെ അഭിപ്രായമുണ്ട്, ലാലമാന, അസാധുവായ ആരിയത്തിൽ വസ്തു നശിച്ചാൽ ഉത്തരവാദിത്തമില്ല, നഷ്ടപരിഹാരം കൊടുക്കണ്ട എന്നൊരഭിപ്രായം പറയപ്പെട്ടിട്ടുണ്ട്, പ്രബലമല്ല. അവർ പറയുന്ന കാരണം യന്നമാ ജറാ ബൈനഹുമാ, കാരണം അവർക്കിടയിൽ നടന്നത് ലൈസ ബിആരിയത്തിൻ സ്വഹിഹ, അത് ശരിയായ ആരിയത്തല്ലല്ലോ. വലാ ഫാസിദ, അസാധുവായ ആരിയത്തും അല്ല. വലൂഖാല, ഒരു വ്യക്തി പറഞ്ഞു, ഹഫറ എന്നാണ് കുഴിച്ചു എന്നാണ്. എഴുതി വെക്കണം കേട്ടോ, പദങ്ങളൊക്കെ കാണാതെ പഠിക്കണം. ഹഫറ, കുഴിച്ചു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ആവശ്യമാകുന്ന പദങ്ങളൊക്കെ എഴുതി വെക്കണം. അപൂർവമായിട്ടുള്ളത് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ജറ, നടന്നു, ലമിന, ഉത്തരവാദിയായി, ഹഫറ, കുഴിച്ചു. ഇതൊക്കെ ഇപ്പം നമ്മൾ ജീവിതത്തിൽ എല്ലാ സമയത്തും
ഉപയോഗിക്കുന്ന പദങ്ങളല്ലേ. അപ്പോൾ ഇഹ്ഫർ ഫി അർളി, നീ എൻ്റെ ഭൂമിയിൽ കുഴിക്കുക, ബിയറൻ ഒരു കിണർ, ലി നഫ്സിക നിനക്ക് വേണ്ടി എന്ന് പറയുകയും, ഫ അങ്ങനെ ഹഫറ കുഴിക്കുകയും ചെയ്താൽ ലം യംലിക്ഹ ആ കിണർ അയാളുടെ ഉടമസ്ഥതയിൽ വരികയില്ല. വലാ ഉജ്റത്തഹു എന്നാൽ അയാൾ കൂലി കൊടുക്കേണ്ടതുമില്ല, അയാൾക്ക് കൂലി ലഭിക്കുന്നതുമില്ല. അലൽ ആമിരി കിണർ കുഴിക്കാൻ കൽപ്പിച്ച വ്യക്തിയിൽ നിന്ന്. ഫൈൻ ഖാല അപ്പോൾ അയാൾ പറഞ്ഞു, അമർത്തനി ബി ഉജ്റത്തിൻ, നീ എന്നോട് കിണർ കുഴിക്കാൻ പറഞ്ഞത് ബി ഉജ്റത്തിൻ കൂലിക്കാണ് എന്ന് പറഞ്ഞു. ഖാല അപ്പോൾ മറ്റേയാൾ പറഞ്ഞു മജ്ജാനൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ സുദ്ദിഖല്ലാമിറു കൽപ്പിച്ച ആളാ എന്താണോ പറയുന്നത് അയാളെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അയാളില്ലെങ്കിൽ വവാരിസുഹു അയാളുടെ അനന്തരാവകാശികളുടെ വാദവുമാണ് സ്വീകരിക്കപ്പെടുക. വലോ അർസല സബിയൻ, ഇനി ഒരു കുട്ടിയെ പറഞ്ഞയച്ചു, യസ്തഈറ ലഹു ഹുസൈൻ അവന് വേണ്ടി വല്ലതും വായ്പ വാങ്ങാൻ വേണ്ടി ഒരു കുട്ടിയെ പറഞ്ഞയച്ചാൽ ലം യസിഹ അയാളുടെ പാട് സ്വഹിയല്ല. ഫലോ തലിഫ ഫി യദിഹി കുട്ടിയുടെ കൈവശം അത് നശിച്ചാൽ, ഔ അത്ലഫഹു അല്ലെങ്കിൽ നശിപ്പിച്ചാൽ, ലം തലിഫ നശിച്ചു, അത്ലഫ നശിപ്പിച്ചു, ലം യൽമൻഹു ഹുവ ആ കുട്ടി അതിന് ഉത്തരവാദിയല്ല, നഷ്ടപരിഹാരം കൊടുക്കണ്ട. വല മുർസിലുഹു കുട്ടിയെ അയച്ചയാളും അത് കമാഫിൽ ജവാഹിരി ജവാഹിർ എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇനി സാധനം നശിച്ചാൽ ഉത്തരവാദിയാകുമോ അല്ലേ എന്നുള്ള ചർച്ചയ്ക്ക് കിടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.